അടുത്ത സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പിച്ച് ഓഫ് ദ ഹെലിക്സ്. ഈ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ പറയുന്നത് പിച്ച് എന്ന്. സോ ഒരു ടേൺ നമ്മൾ പറഞ്ഞ ടേണുകളായിട്ടാണ് ഹെലിക്കൽ സ്ട്രക്ചറായിട്ടാണ്. സോ വൺ ടേൺ, വിഡ്ത്ത് ഓഫ് വൺ ടേൺ ഓഫ് ദ ഹെലിക്സ്, ഹെലിക്സിൻ്റെ ഒരു ടേണിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. സോ പിച്ച് ഓഫ് ദ ഹെലിക്സ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് വൺ ടേൺ ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ വിഡ്ത്ത് ഓഫ് വൺ ടേൺ അല്ലെങ്കിൽ പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് എന്താണ്? 3.4 നാനോമീറ്റർ ആണ് ഒരു ടേൺ. അതേസമയം ഒരു ടേണിൽ എത്ര ബേസ് പെയർ ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓരോ ടേണിലും അപ്രോക്സിമേറ്റ്ലി 10 ബേസ് പെയർ ഉണ്ടാവും. സോ ഓരോ ടേണിലും 10 ബേസ് പെയർ ഉണ്ടാവും. ഈ ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ, അതായത് ബില്യൺത്ത് ഓഫ് എ മീറ്റർ. ബില്യൺത്ത് ഓഫ് എ മീറ്റർ, ഒരു മീറ്ററിൻ്റെ ബില്യൺത്ത് ആണ്, 10⁻⁹ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിഡ്ത്തിൽ നമ്മൾ പറഞ്ഞു ആ പിച്ച് എന്ന് പറയുന്നത്, ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്, ഒരു ടേണിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ആ ഒരു വിഡ്ത്തിൽ എത്ര ബേസ് പെയർ ഉണ്ട്? 10 ബേസ് പെയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബേസ് പെയർ എൻ്റെ ഇത് എത്ര നാനോമീറ്റർ ആയിരിക്കും? ഒരു ബേസ് പെയർ എന്ന് പറയുന്നത്, സോ ഒരു ബേസ് പെയർ എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്രയാണ് കിട്ടുക? 0.34 നാനോമീറ്റർ. അതാണ് നമ്മൾ പറയേണ്ട ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർ. ഒരു ബേസ് പെയറും അടുത്ത ബേസ് പെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.34. ബിക്കോസ് ഒരു ടേണിൽ എത്രയുണ്ട്? 10 ബേസ് പെയർ ഉണ്ട്. ഒരു ടേണിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 3.4 നാനോമീറ്റർ ആണ്. സോ ഒരു ബേസ് പെയറിൽ നിന്ന് അടുത്ത ബേസ് പെയർക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.34 നാനോമീറ്റർ. അടുത്തത് പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ. പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ, ഒരു ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദ അതർ. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ ഒരു ബേസ് പെയർ അടുത്ത ബേസ് പെയറിൻ്റെ മേലെ ഇങ്ങനെ കോയിൻ പോലെ സ്റ്റാക്സ് പോലെ കിടക്കുകയാണ്. ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ ഓരോ ബേസ് പെയറുകളും സ്റ്റാക്സ് ഓഫ് കോയിൻ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് പ്ലസ് ഓരോ ബേസ് പെയറുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്റ്റാക്കിംഗ് ഓഫ് ബേസ് പെയർ, വൺ ബേസ് പെയറിന് മേലെ അടുത്ത ബേസ് പെയർ, പിന്നെ അതിൻ്റെ മേലെ അടുത്ത ബേസ് പെയർ. സോ അതുപോലെ ഈ സ്ട്രാൻഡിലുള്ള ബേസ് പെയറും അടുത്ത സ്ട്രാൻഡിലെ ബേസ് പെയറും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിന് തമ്മിലുള്ള കണക്ഷൻ. സോ സ്റ്റാക്കിംഗ് ഓഫ് ബേസ് പെയറും ഹൈഡ്രജൻ ബോണ്ടും ആണ് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന് ഇത്രയും സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷുഗർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ആ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ ബാക്ക് ബോണാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഈ സ്റ്റാക്കിംഗ് ഓഫ് ബേസ് പെയറുകൾ, അതുപോലെ ആ ബേസ് പെയർ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ, ഇത് എല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന് കൺഫേർ സ്റ്റെബിലിറ്റി. സോ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ബേസ് പെയറിങ് ഓഫ് അല്ലെങ്കിൽ ആ ബേസ് പെയറുകളുടെ സ്റ്റാക്കുകളും ആ ബേസ് പെയറുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രൊപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA യുടെ സേലിയൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്.